ഹായ്, ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ജുവൽ എന്നാണ്. ക്ലാസ്സിൽ എത്ര 63 പേരെങ്ങാനും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഞാനാണ് നിങ്ങളെ ഈ സെമ്മിൽ എഞ്ചിനീയറിംഗ് ഫിസിക്സ് പഠിപ്പിക്കുന്നത്. ഓക്കെ, എല്ലാവരും ജോയിൻ ആവുന്നേ ഉള്ളൂ അല്ലേ? നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. ഞാൻ വരുന്നത് കാസർഗോഡ് നിന്നാണ് കേട്ടോ. കാസർഗോഡ് നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ ഈ ആഴ്ച ഈ കോളേജിൽ ജോയിൻ ചെയ്തേ ഉള്ളൂ. സാധാരണ ഈ 60-ന് മുകളിൽ ആൾക്കാർ ജോയിൻ ചെയ്യാറുണ്ടോ? നമുക്ക് എന്തായാലും ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യട്ടെ, അല്ല നമുക്ക് തുടങ്ങാം. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്ന വോയിസ് ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, താങ്ക് യു. ഞാനാണ് നിങ്ങൾക്ക് ലാബ് കൊടുക്കുന്നത്. എഞ്ചിനീയറിംഗ് ഫിസിക്സ് വർക്ക്ഷോപ്പ് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇന്നത്തെ ദിവസം നമുക്ക് അവസാനത്തെ 2 ഓൺലൈൻ ക്ലാസ്സിൽ ലാബ് എടുക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. നമുക്ക് ഓൺലൈനായിട്ട് എങ്ങനെയാണ് ലാബ് ചെയ്യുന്നത്, ഈ ആദ്യത്തെ എക്സ്പെരിമെൻറ്റിൻ്റെ ഒക്കെ ഒരു പ്രൊസീജിയറും പ്രിൻസിപ്പളൊക്കെ ഒരു PDF ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്തായാലും ഷെയർ ചെയ്ത് തരും. അപ്പോൾ ഇന്ന് ഉച്ചയായിട്ട് എന്തായാലും ലിങ്കിൽ കയറുക. അപ്പം നമുക്ക് കുറച്ച് സമയം എന്താണ് അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്തായാലും നമുക്ക് കാണിച്ചു തരാൻ പറ്റുമല്ലോ, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതായത് ലിങ്കിൽ കയറുക. അപ്പം നമുക്ക് കുറച്ച് സമയം തന്നെ എങ്ങനെയാണ് ചെയ്യുന്നത്, നമുക്ക് ആ സാധനം, അതായത് നമ്മുടെ PDF ഷെയർ ചെയ്ത സാധനം ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, 47 ആൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. 48. നമുക്ക് എന്തായാലും അറ്റൻഡൻസ് കുറച്ച് കഴിഞ്ഞിട്ട് എന്തായാലും എടുക്കാം, കാരണം ഇപ്പം എല്ലാവരും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിലും. അപ്പം ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്, അതായത് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് ഒരു വൈറ്റ് ബോർഡ് യൂസ് ചെയ്തിട്ടാണ്, അതായത് ഒരു പ്രസൻറ്റേഷൻ ഉപയോഗിച്ചാണ് വൈറ്റ് ബോർഡ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെ ക്യാമറ ഓഫ് ചെയ്യും. പിന്നെ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലെങ്കിലോ അല്ലെങ്കിൽ പിന്നെ എഴുതുന്നെങ്കിലും ഇപ്പം പഠിപ്പിക്കുന്ന മനസ്സിലാവുന്നില്ലെങ്കിലോ എന്തെങ്കിലും ഡെറിവേഷൻ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ മനസ്സിലായിരുന്നില്ലെങ്കിൽ അപ്പോൾ തന്നെ വോയിസ് ഓൺ ചെയ്യുക, എന്നിട്ട് പറയുക ഇത് മനസ്സിലായിട്ടില്ല ഒന്നും കൂടി പറയാൻ പറയാം, അല്ലെങ്കിൽ ലാംഗ്വേജ് മനസ്സിലാവുന്നില്ലെങ്കിൽ ഒക്കെ ഡയറക്റ്റായിട്ട് പറയാം. അതിനൊന്നും യാതൊരു ഹെസിറ്റേഷൻ വിചാരിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് തുടങ്ങാൻ തോന്നുന്നു, കാരണം 40 മിനിറ്റല്ലേ ഉള്ളൂ. ഓക്കെ, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്ന കാണുന്നുണ്ടോ? ഓക്കെ, the first thing we are talking about is periodic motion. Do you ever heard about periodic motion? Periodic motion കുറിച്ച് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും അല്ലേ? What you mean by periodic motion? According to definition, periodic motion is a motion that repeats after equal intervals of time. അതായത് it's a type of motion which repeats after equal in ഒരു definite interval, regular interval of time കഴിയുമ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന മോഷനെയാണ് പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്. Periodic motion. What are the best examples for periodic motion? We already said after a definite interval of time, if a motion repeats itself, then it can be called as a periodic motion. What are the best examples for periodic motion? One of the best example we can take is revolution of Earth.
We know that Earth rotates around this, Earth moves around the sun like this. Consider that this is sun, and we have Earth here, and Earth moves around sun like this. And after a regular interval, അതായത് 365 ദിവസം കഴിയുമ്പം, ഒരു വർഷം കഴിയുമ്പം, sun came back to the initial position and undergo the same path they undergo before. So we can say in that motion, after a regular interval, the motion repeats itself. Such a motion is called periodic motion. Periodic motion എന്തായാലും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി വേറൊരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ എനിക്ക് പീരിയോഡിക് മോഷൻ? അപ്പോൾ എന്നോട് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നിങ്ങളും കൂടി ക്ലാസ്സിൽ ഉൾപ്പെടുത്തണം എന്നാണ്. അതായത് കുറച്ചും കൂടി ഇൻട്രാക്ഷൻ വേണമെന്നാണ്. അപ്പം ഞാൻ ഏതെങ്കിലും ഒരാളോട് എന്തെങ്കിലും ചോദിക്കും, അപ്പോൾ വോയിസ് ഓൺ ആക്കിയിട്ട് അറിയുമെങ്കിൽ മാത്രം ഏത് ലാംഗ്വേജിലായാലും ഉത്തരം പറയും. ഓക്കെ, അഭിനന്ദ്, ഒരു പീരിയോഡിക് മോഷന് വേറൊരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? വോയിസ് ഒന്ന് ഓൺ ആക്കിയാൽ മതി. ചോദ്യം ചോദിച്ചപ്പോൾ കുറേ ആളെ മീറ്റിംഗ് ലെഫ്റ്റ് ആകാൻ തുടങ്ങിയല്ലോ. ഓക്കെ, കുഴപ്പമില്ല. ഗൂഗിളെ നിനക്ക് പറയാൻ പറ്റുമോ പീരിയോഡിക് മോഷൻ? പ്ലീസ് ഗിവ് ആൻ എക്സാമ്പിൾ ഫോർ പീരിയോഡിക് മോഷൻ. ഓക്കെ, ഞാൻ ചോദ്യം ചോദിക്കുന്നില്ല. ചോദ്യം ചോദിക്കുമ്പോൾ ഓരോരുത്തരായിട്ട് ലെഫ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. അപ്പം ഞാൻ തന്നെ പറയാം. ഓക്കെ, സോറി. Another important example for periodic motion is we can pendulum. Take a simple pendulum. Motion of simple pendulum is a best example for periodic motion. Consider a pendulum with a bob which is connected to a string which is fixed at a point. If we release the bob of the pendulum at a definite height, it will undergo oscillation and it will trace the path to another extreme position and come back the same path. So we can say simple pendulum also undergoes a periodic motion. Now we understand what is periodic motion. Periodic motion എന്താണ് നമുക്ക് മനസ്സിലായി. അതായത് definite interval, and after a definite interval, if motion continues or repeats itself, it is called a periodic motion. The next thing we are studying or we are learning about is oscillatory motion. Okay, what do you mean by oscillatory motion? Oscillatory motion, in simple language, oscillatory motion means back and forth movement. All the periodic motion is not oscillatory motion. We already talked about the revolution of Earth around the sun. But the revolution of Earth or the movement of Earth around the sun is not an oscillatory motion because it don't undergo a back and forth movement. But take the case of simple pendulum. ഇപ്പോൾ സിമ്പിൾ പെൻഡുലത്തിൻ്റെ കാര്യം എടുക്കുക. സിമ്പിൾ പെൻഡുലത്തിലെ ബോബ് ബാക്ക് ആൻഡ് ഫോർത്ത് മോഷനാണ് നടക്കുന്നത്. അതായത് ബോബ് വൺ സൈഡിൽ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് റൈറ്റ് സൈഡിലേക്ക് പോകും, തിരിച്ച് അതേ പൊസിഷനിൽ വന്നെത്തും ഒരു ഡെഫിനിറ്റ് ഇന്റർവൽ ഓഫ് ടൈം കഴിഞ്ഞിട്ട്. Oscillatory motion is a type of periodic motion, but it is type of back and forth movement. So simple pendulum is the best example for oscillatory motion. Or vibration of a tuning fork, it is a best example for oscillatory motion. Tuning fork in the legs left and right vibrate ചെയ്യും. അത് it is also type of back and forth motion. So it is a best example for oscillatory motion. Okay. The next thing, so we already learned about what is periodic motion. Periodic motion is a motion which repeats after a definite interval of time. Then we understand what is oscillatory motion. Oscillatory motion is periodic motion which undergo the movement is back and forth motion. Okay, then we come to our point. Our important point is simple harmonic motion. We already learned about simple harmonic motion in our previous or in our plus 2 classes. So we are studying a more deep in what is simple harmonic motion. Okay, we already learned about what is periodic motion, what is oscillatory motion. So simple harmonic motion is an oscillatory motion in which the force or the restoring force is directly proportional to the displacement from a fixed point. The best example, അതായത് സിമ്പിൾ ഹാർമോണിക് മോഷൻ പിന്നെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഒരു സ്പ്രിംഗ് മാസ് സിസ്റ്റം. Take an example of a spring is fixed and a mass is connected to the end.
and this is the equilibrium point. If don't give any force, നമ്മൾ ഒരു ഫോഴ്സ് ഇതിനെ പിന്നെ കൊടുക്കുന്നില്ലെങ്കിൽ ആ ഇക്വിലിബ്രിയം പോയിന്റിൽ അത് റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. കൺസിഡർ ദാറ്റ് ഇഫ് വി പുൾ ദ സ്പ്രിങ്, അതായത് സ്പ്രിങ്ങിനെ കുറച്ച് നമ്മൾ ഈ സൈഡിലേക്ക് റൈറ്റ് സൈഡിലേക്ക് നമ്മൾ കുറച്ച് വലിച്ചു എന്ന് വിചാരിക്കുക, നമ്മൾ പുള്ള് ചെയ്തു. വാട്ട് ഹാപ്പൻസ്? സാധാരണ ഇതിൽ നമ്മളൊരു സ്പ്രിങ് എടുത്ത് വലിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു സൈഡിലേക്ക് പുള്ള് ചെയ്ത് കഴിഞ്ഞാൽ വി എക്സ്പീരിയൻസ് എ ഫോഴ്സ്. നമുക്ക് സ്പ്രിങ്ങിൻ്റെ റീസ്റ്റോറിങ് ഫോഴ്സ്, ദ സിസ്റ്റം വിൽ exert a restoring force, and this term is important. Simple harmonic motion define ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ടേമാണ് restoring force. Simple harmonic motion is a motion in which the particle restoring force acting on the particle is proportional to its displacement. അതായത് consider that if the system or the mass is pulled up to a distance x, നമ്മൾ എത്രയധികം ഇതിനെ ഇങ്ങോട്ട് വലിക്കുന്നു, ഈ പിന്നെ സിസ്റ്റം ഈ മാസിനെ ഇങ്ങോട്ട് വലിക്കുന്നു, അത്രയധികം ഫോഴ്സ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യും. ദാറ്റ് ഈസ് എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്പ്ലേസ്മെന്റ്. സോ ദർ ഈസ് എ മൈനസ് സൈൻ ഹിയർ. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് മൈനസ് സൈൻ? ഈ മൈനസ് സൈൻ ഇവിടെ ഇടാനുള്ള കാരണം എന്താണ്? അതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് നമ്മൾ സ്പ്രിങ്, ഇഫ് വി പുൾ ദ സ്പ്രിങ് ടു ദിസ് സൈഡ്, വി ഫീൽ ദ ഫോഴ്സ്, ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് ടു ദിസ് സൈഡ്. നമ്മൾ സ്പ്രിങ്ങിനെ എങ്ങോട്ടാണ് വലിക്കുന്നത്, അതിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും സ്പ്രിങ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത്. സോ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു നെഗറ്റീവ് ഡിസ്പ്ലേസ്മെന്റിന് ഓപ്പോസിറ്റ് ആയിരിക്കും. ഫിക്സഡ് പോയിന്റിൽ നിന്ന് ഉള്ള ഡിസ്പ്ലേസ്മെന്റ് ഓപ്പോസിറ്റ് ആയിരിക്കും റീസ്റ്റോറിംഗ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത്. ഓർ കൺസിഡർ ദാറ്റ് ദ സ്പ്രിങ് ഈസ് പ്രസ്ഡ് ടു എ ഡിസ്റ്റൻസ് എക്സ്. ഇക്വിലിബ്രിയം പോയിന്റ് ഉണ്ടായിരുന്ന ഒരു സ്പ്രിങ്, ഇഫ് വി പ്രസ് ദ സ്പ്രിങ് ടു അപ് ടു എക്സ് ഡിസ്റ്റൻസ്, then the spring will exert the restoring force opposite to that direction. If we pull the spring, if push the spring to this side, the restoring force is opposite to this side. So we can say force is proportional to the minus x of displacement. So I think ഇത് ക്ലിയർ ആയെന്ന് തോന്നുന്നു. I think this is clear. So simple harmonic motion നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്, simple harmonic motion is it's a to and fro motion, or it is a oscillatory motion in which the restoring force acting on is proportional to its displacement from a fixed point, and it is always directed to opposite to the displacement. So we are putting a negative sign. We already learned that f is proportional to x. If we get a proportionality sign, what do we do? The common thing we do is we add a proportionality constant. സാധാരണ ഒരു പ്രൊപ്പോർഷണാലിറ്റി സൈൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഇട്ടിട്ട് നമ്മൾ അതിനെ ഈക്വലൈസ് ചെയ്യും. ദിസ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഈസ് കോൾഡ് ഫോഴ്സ് കോൺസ്റ്റന്റ് or spring. If we use a spring mass system, it is called spring constant. Okay, and we already know that force is, according to Newton's second law, force is defined as mass into acceleration, F equal to ma. Which mass? The mass we connected to the spring. Mass into acceleration. This is the mass, and this is acceleration. Then what is acceleration? Acceleration is defined as the rate of change of velocity. We already know that it is the basic thing we know about acceleration. What is velocity? It is the rate of change of position. Velocity is the rate of change of position. ഇതൊക്കെ ഓൾറെഡി നമുക്കറിയുന്ന ബേസിക് കാര്യങ്ങളാണ്. പക്ഷേ ഒന്ന് പറയുമ്പോൾ എല്ലാവർക്കും ബേസിക് അറിയണമെന്നല്ലോ, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതാണ്. സോ വി ക്യാൻ ആക്സലറേഷൻ ക്യാൻ ബി ഡിഫൈൻഡ് as d square x by dt square. So we can replace this equation, that is f equal to minus kx എന്ന equation. We can replace that equation with like following. Okay, we get f equal to minus kx, where f is the restoring force, k is the spring constant, and x is the displacement. We replace f by, from Newton's second law, we replace f equal to ma, or in the place of acceleration we put dx d square x by dt square equal to minus kx. Or we can rearrange this equation. ഈ ഇക്വേഷൻ നമുക്ക് അല്ലെങ്കിൽ ഇങ്ങനെ റീഅറേഞ്ച് ചെയ്തിട്ട് ഇങ്ങനെ എഴുതാൻ പറ്റും. d square x by dt square plus
k by m x equal to 0. ഓക്കെ ഓക്കെ, ഇവിടെ ചെയ്തത് സിമ്പിൾ ആൾജിബ്രായിക് മാനിപ്പുലേഷൻ ആണ്. അതായത് ഒന്നുമില്ല, ജസ്റ്റ് ഫുൾ എം കൊണ്ട് ഡിവൈഡ് ദ ഇക്വേഷൻ, ഓൾ ഇക്വേഷൻ വിത്ത് എം നമ്മൾ ഈ സൈഡിലേക്ക് ആർ എച്ച് എസിനെ എൽ എച്ച് എസിലേക്ക് ചെയ്യുന്ന മൈനസ് കെ എക്സ് ടു ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദി ഇക്വേഷൻ. സോ we get the equation like this and put k by m equal to omega 0 square. നമ്മൾ k by m നെ omega 0 square, ഇത് രണ്ടും കോൺസ്റ്റന്റ്. k is the spring constant, m is the mass. when the SHM, അതായത് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഓസിലേറ്ററി മോഷൻ നടക്കുന്ന സമയത്ത് ഇത് രണ്ടും ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല. സോ വി പുട്ട് k by m equal to another constant omega 0 square. ആൻഡ് ലേറ്റർ ഈ നമ്മൾ ഡെറിവേഷനൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും omega 0 is the angular frequency of the SHM. So put that k by m equal to omega 0 square in this equation. So we get d square x by dt square plus omega 0 square x equal to 0. This is the differential equation defining SHM. സിമ്പിൾ ഹാർമോണിക് മോഷൻ ഡിഫൈൻ ചെയ്യുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ, സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഓക്കെ ഇത്രയും വരെ ക്ലിയർ ആയെന്ന് എനിക്ക് തോന്നുന്നു. ക്ലിയർ ആയെങ്കിൽ ഒന്ന് പറയൂ, ആരെങ്കിലും ഒന്ന് പറയൂ ക്ലിയർ ആയെങ്കിൽ. മുഹമ്മദ് സഹൽ, ക്ലിയർ ആയോ? ഒന്ന് വോയിസ് കണക്ട് ആയെങ്കിൽ ആയി എന്ന് പറഞ്ഞാൽ മതി. ആർക്കും കേൾക്കുന്നില്ല എന്ന് തോന്നുന്നല്ലോ. ഓക്കെ, ആരെങ്കിലും എന്താടാ ഒന്നും കൂടി പറയോ? ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു ഭാഗ്യം. ഓക്കെ ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം 59 ആൾ വന്നിട്ടുണ്ട്. നമുക്ക് ഒന്ന് അറ്റൻഡൻസ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കുന്നു. അപ്പം ജസ്റ്റ് നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. 1 മിനിറ്റ്. നിങ്ങളൊന്ന് റോൾ നമ്പർ വൈസ് ഒന്ന് നമ്പർ പറഞ്ഞാൽ മതി. വോയിസ് ഓൺ ആക്കുക, നിങ്ങളുടെ റോൾ നമ്പർ പറയുക. ഓക്കെ ഓക്കെ, അപ്പോൾ തുടങ്ങിക്കോ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 20 ഓക്കെ 20 ഇല്ല. 20 21 22 23 24 വെയിറ്റ് 25 1 മിനിറ്റ്. ഈ 23 ആരാണ്? 23യുടെ പേരെന്തായിരുന്നു? ഈ 23 ഇവിടെ ഒരു ദീപിക മോഹൻ, അതോ ദീപിക മോഹൻ തന്നെ അല്ലേ? ഓക്കെ, പറഞ്ഞല്ലേ? ഓക്കെ, ഞാൻ കേട്ടില്ല, സോറി. ഓക്കെ, ബാക്കി പറഞ്ഞു. എത്ര? 25 വരെ അല്ലേ പറഞ്ഞേ? ബാക്കി പറഞ്ഞു. ഓക്കെ, 25 കഴിഞ്ഞില്ല ആള് പറഞ്ഞോ? 26 ഓക്കെ 27 28 ഇല്ല അല്ലേ? ഓക്കെ 29 30 31 32 33 4
35. 36. 37. 38. 39 ഇല്ല. 40 ഇല്ല. 40. ഓക്കെ. 41. 42. 43. 44. 45. 46. 47 ഇല്ല. 47. 48. 50. 51. 52. 53. 54. 55. 56. 57. 58 ഇല്ല. 59. 60. 61. 62. 63 ഇല്ല. വെയിറ്റ്, അല്ല 60 പേരിൽ കാണുന്നുണ്ട്. ഞാൻ അബ്സെന്റീസ് ഞാൻ മാർക്ക് ചെയ്ത ആൾക്കാരുടെ പേരെന്തായാലും വായിക്കാം. ആരെങ്കിലും ഈ പറഞ്ഞതിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഒന്ന് മാർക്ക് ചെയ്ത് ഫാത്തിമത്തുൽ ഷിബിലിയ KK. ഇല്ലല്ലോ? പ്രസന്റ് ആണ്. പ്രസന്റ് ആണോ? ഓക്കെ, ഞാൻ കേട്ടില്ല. ഓക്കെ. പിന്നെ മുഹമ്മദ് സാദഫ് PM. ഓക്കെ, ഇല്ലെന്ന് തോന്നുന്നു. പിന്നെ ടൈഫൽ തോമസ്. ഇല്ലല്ലോ. അവസാനം ജലിയ സൈനാബ്. ഓക്കെ, ഇവരാരും ഇല്ലാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ താങ്ക് യു. നമുക്ക് തോമസ് ആണ്. ടൈഫൽ തോമസ് ഉണ്ടോ? ആ ഉണ്ട്. ഓക്കെ ഓക്കെ, അല്ല ഞാൻ കേട്ടില്ല, 63 പറയുന്നത് കേട്ടില്ല. ഓക്കെ ഓക്കെ. സാർ 58 ആണ്. 50. Eight. സോറി 58. സോറി, ജലിയ. ഓക്കെ. 50. താങ്ക് യു പെട്ടെന്ന് മാറിപ്പോയി. We can go back to the topic now. പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തിലേക്ക് നമുക്ക് തിരിച്ചു. ഓക്കെ. So now we derived the differential equation for a simple harmonic motion. It is d square x by dt square plus omega 0 square x equal to 0. Now it is a second order differential equation. We want to solve it. നിങ്ങൾക്ക് ഒന്നാമത് ചെയ്യുന്ന കാര്യം, നമുക്ക് വേണമെങ്കിൽ ഇത് മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ ഒക്കെ ഉപയോഗിച്ച് വേണമെങ്കിൽ സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിന്റെ സൊല്യൂഷൻ എഴുതാം. എക്സാമിന് എത്രത്തോളം മാർക്ക് വരുന്നു, ഹൗ മച്ച് മാർക്ക്, ഇതിന് എത്രത്തോളം മാർക്ക് വെയിറ്റ് ചെയ്യുന്നതനുസരിച്ച് ഇരിക്കണം നിങ്ങളുടെ ഡെറിവേഷൻ. അപ്പം and now I am showing the solution, how to solve this differential equation. First thing you want to do is multiply the whole equation with 2 into dx by dt. That means 2 dx by dt into this d square x by dt square plus 2 dx by dt omega 0 square x equal to 0. 0 into 2 dx by dt equal to 0.
this expression can be represented or written as d by dt of dx by dt square plus omega 0 square x square equal to 0. Okay. If we differentiate this expression, this term dx by dt whole square plus omega 0 square x square, we get expression similar to this. D by dt of dx by dt whole square equal to 2 into this term dx by dt, because d by dt of f raised to n is equal to, already known that, n f raised to n minus 1 into df by dt. Similarly, a d by dt of dx by dt whole square equal to 2 into dx by dt into derivative of this df by dt like this, d square x by dt square plus d by dt of omega 0 square x square equal to 2x into 2 into dx by dt into omega 0 x 0 square x equal to 0. Now we get the equation like this. I am rewriting that equation to the next page. Okay. It is d by dt of dx by dt whole square plus omega 0 x square equal to 0. Integrate the both side with respect to t. രണ്ട് സൈഡിലും t വെച്ച് integrate ചെയ്യാം. This is the differential equation, or it is the expression which differentiated with respect to t. So if we integrate with respect to t, this expression become this differential sign will cancel, integration and differentiation will cancel each other, and we get omega square x square if we integrate the both sides equal to some c. How this c? ഈ c എങ്ങനെ വന്നു? അതായത് ഇവിടെ നമ്മൾ ഇന്റഗ്രൽ 0 ഡി ടി ചെയ്യും, പക്ഷെ നമ്മൾ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ആയതുകൊണ്ട് തന്നെ ഇന്റഗ്രൽ 0 ഡി ടി ഈക്വൽ ടു 0 പ്ലസ് സം ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് സി ടു. ഓക്കെ. Now we want to find what is the c, what is the value of c. Then what is dx by dt? You already know that dx by dt means the velocity of particle. This dx by dt means rate of change of position. Rate of change of position is the velocity. So dx by dt എന്ന് പറയുന്നത് velocity ആണ്. At x equal to a, this a is called amplitude. What do you mean by amplitude? എന്താണ് amplitude? The maximum displacement the particle can go in a simple harmonic motion. അതായത് takes the example of a simple pendulum. The simple pendulum goes a maximum displacement of height there. If we release the simple pendulum from the here, this is the equilibrium. Consider that this is the equilibrium position. Then simple pendulum goes up to a maximum displacement, and that maximum displacement is called amplitude. And at that maximum displacement, what is the velocity? Okay, we already learned from the +2 classes. If we throw a ball vertically upward, what is the velocity at the topmost point at a maximum displacement? We already know it is 0. What is the velocity? അല്ലെങ്കിൽ ഒരു പെൻഡുലത്തിന് അതിന് maximum displacement, അതിന്റെ at last maximum displacement എന്തായിരിക്കും velocity? It is equal to 0. So at x equal to a, അല്ലെങ്കിൽ a is the amplitude or the maximum displacement, dx by dt equal to 0. This condition we want to substitute in this equation. So dx by dt equal to 0 square plus omega square x equal to a square equal to c. So now we get the value of c as omega 0 square a square. So now we can write this equation as dx by dt square plus omega 0 square x square equal to omega 0 square a square. We can rearrange that equation as
dx by dt square equal to omega 0 square a square minus omega 0 square x square. We only this equation we are take the omega square x square to the right hand side of the equation here. Okay, and this is dx by dt is the velocity square. Then what is dx by dt? What is the velocity of a particle undergoing simple harmonic motion? We get dx by dt equal to take the root of this equation. We can simplify this equation as omega square into a square minus x square, where a is the amplitude, and x is the position at some time t. So dx by dt equal to root of this equation. What is the root? Root of omega square is equal to omega 0 into root of a square minus x square. This is the velocity of the particle undergoing SHM. Particle undergoing SHM. So now we derive what is the velocity of a particle undergoing SHM. Initially we got a differential equation. നമുക്ക് ആദ്യം പിന്നെ ഈ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ കണ്ടീഷൻസ് വെച്ച് അതിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടി. ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ 0 സ്ക്വയർ എക്സ് ഈക്വൽ ടു 0. When we solve out that, നമ്മളത് സോൾവ് ചെയ്ത് വരുമ്പോൾ we get the velocity of a dx, velocity of a simple harmonic motion as particle undergoing simple harmonic motion as omega 0 into root of a square minus x square. From this, ഇതിൽ നിന്ന് പെട്ടെന്ന് ഡിറൈവ് ചെയ്യാൻ പറ്റുന്ന ടേമാണ് എനർജി, കൈനറ്റിക് എനർജി ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. We know particle of kinetic energy of some particle is half mv square. We can do that half mv square. We can square this term and write the energy here. M into omega 0 square into a square minus x square. Okay, this is the simple thing. Okay, now we again simplify this equation to define the displacement of a particle at time t. What is the displacement of a particle which undergoing simple harmonic motion at a time t? Simple harmonic motion undergoing ചെയ്യുന്ന ഒരു particle time t അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? അതിന് this is a first order differential equation. അത് നമുക്ക് സോൾവ് ചെയ്യണം. So we got that dx by root of a square minus x square equal to omega 0 dt. ഈ ഇക്വേഷൻ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്താണ്. ഓക്കെ, we integrating on the both side of equation. What is integral dx by root of 1 by root of a square minus x square? ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതൊരു ട്രിഗണോമെട്രിക് റിലേഷൻ ആണ്. സൈൻ ഇൻവേഴ്സ് x by a. Integral dx by root of a square minus x square equal to sin inverse x by a equal to omega 0 is not dependent on t. So omega 0, take the omega 0 outside. Take the omega 0 outside. 1 minute. Now take the omega 0 outside and into integral dt. Integral dt equal to t plus integration constant. This is also indefinite integral. So we take the integration constant as c, or we take it as a phi. So നമുക്ക് ഡിസ്പ്ലേസ്മെന്റിന് ഒരു ഇക്വേഷൻ കിട്ടി. അതായത് സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ ഈക്വൽ ടു ഒമേഗ 0 ടി പ്ലസ് ഫൈവ്. ടേക്ക് ദ ഇൻവേഴ്സ് ഓഫ് സൈൻ ഹിയർ. ടേക്ക് സൈൻ, അതായത് രണ്ട് സൈഡിൽ സൈൻ ഇട്ട് കൊടുക്കുക. വാട്ട് ഹാപ്പൻ? ദി സൈൻ ആൻഡ് സൈൻ ഇൻവേഴ്സ് വിൽ ക്യാൻസൽ ഈച്ച് അതർ ആൻഡ് വി ഗെറ്റ് എക്സ് ബൈ എ ഈക്വൽ ടു sin of omega 0 t plus phi, or x equal to this a sin omega 0 t plus phi. This is the equation defining a simple harmonic motion. This give the displacement. At a time t, and we see that this is a sinusoidal curve. The displacement versus, if we draw a displacement versus time curve, x of t versus t, we get a sinusoidal curve.
You already know what is a sinusoidal curve. Sinusoidal curve is this is oscillatory motion and given by this. Okay, so we get the displacement of the simple harmonic. Simple harmonic displacement is it. And what is A? This A is the amplitude of the oscillation. Amplitude means the maximum displacement that can be moved by അല്ലെങ്കിൽ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ അണ്ടർഗോ ചെയ്യുന്ന പാർട്ടിക്കിളിന് മൂവ് ചെയ്യാൻ പറ്റിയ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ് ആംപ്ലിറ്റ്യൂഡ്. And this is the phase of the oscillation, and this is the phase difference. Okay, and what is the energy of, what is the work done by a spring or spring mass system when undergoing simple harmonic motion? എനിക്കൊന്ന് സമയം കഴിയാനായി തോന്നുന്നു, അതുകൊണ്ട് തന്നെ അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ, ഇതുവരെ ചെയ്ത കാര്യങ്ങൾ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് റീഡിഫൈൻ, പിന്നെ ഒന്നും കൂടി പറയാണ്. സിമ്പിൾ ഹാർമോണിക്, we know that, we learned that simple harmonic motion is the oscillatory motion in which the restoring force is proportional to displacement and directed opposite to it, that is F is proportional to minus x. And from that, we using Newton's second law, we derived the differential equation which determine the അതായത് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഡിഫൈൻ ചെയ്യുന്ന ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു. അത് കഴിഞ്ഞ് ആ സൊല്യൂഷൻ, ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്തു. വി സോൾവ് ഔട്ട് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ to get the velocity of a particle undergoing simple harmonic motion as omega 0 into root of a square minus x square, and we derive the kinetic energy of the simple harmonic motion, kinetic energy of a particle undergoing simple harmonic motion. From that, we derive the equation of motion of a simple harmonic motion. These two are this equation defining velocity, and this equation defining displacement of particle at a time t is called the equation of motion of a particle undergoing simple harmonic motion. Okay. Okay. അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ സിമ്പിളാണ്. സിമ്പിൾ ഹാർമോണിക് മോഷൻ നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. അപ്പോൾ പറയുമ്പോൾ ചിലർക്ക് അറിയായിരിക്കും, ചിലർക്ക് അറിയില്ലായിരിക്കും. അതൊന്നും കാര്യമാക്കേണ്ട, അറിയാത്ത കാര്യം മാത്രം അങ്ങ് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇന്ന് ഓക്കെ ലാസ്റ്റത്തെ രണ്ട് പീരീഡ് മുഴുവനൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് നമ്മളൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ട, അല്ലെങ്കിൽ ഒന്ന് എന്തായാലും കയറുക. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ. ഉച്ച കഴിഞ്ഞിട്ട് കാണാം.